കഴിഞ്ഞ ദിവസം തീവണ്ടിയിൽ ഒരു നോവലും വായിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനിടെ അരികിലിരുന്ന അപരിചിതനായ യാത്രക്കാരൻ എന്നോട് ചോദിച്ചു, ഒരു നോവൽ വായിച്ചാൽ എന്താണ് ഗുണം എന്ന്. ഞാൻ പറഞ്ഞു, ആ നോവലിലെ കഥാപാത്രങ്ങളുടെ ജീവിതം കൂടി നാം ജീവിച്ചതായുള്ള അനുഭവം നമ്മൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഗുണമെന്ന്. ജീവിതത്തെ ആ അനുഭവ സമ്പത്ത് വെച്ച് കൂടുതൽ പരിചയത്തോടെ നേരിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ പ്രധാനപ്പെട്ട കാര്യം. എത്ര കൂടുതൽ നല്ല നോവലുകൾ വായിക്കുന്നുവോ അത്ര കൂടുതൽ ജീവിതം നമ്മളും ജീവിച്ചതിൻ്റെ പരിചയം ലഭിക്കുന്നു. ഇനി നമ്മുടെ മുന്നിലുള്ള നോവൽ നാം ഇതുവരെയും അനുഭവിക്കാത്ത പ്രത്യേകതരം ജീവിതങ്ങളുടെ ആവിഷ്കാരമാണെങ്കിലോ, അങ്ങനെ ഒരു നോവലാണ് നമ്മൾ വായിക്കുന്നതെങ്കിലോ, എങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അനുഭവങ്ങളുടെ ചവിട്ട് പലകകളിൽ കയറി കയറി നിന്ന് നമുക്ക് പറയാൻ തോന്നും, ദാ ഈ ചെറിയ ജീവിത കാലഘട്ടത്തിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന്. അത്തരമൊരു വിചിത്ര ജീവിതം അനുഭവിക്കാൻ നമ്മെ ക്ഷണിക്കുന്ന പുസ്തകമാണ് ശ്രീ സുരേഷ് കുമാർ വി എഴുതിയ ഡയാസ്പൊറ എന്ന പ്രവാസ ജീവിതത്തിൻ്റെ നോവൽ. നമ്മൾ മലയാളികൾ പലരും ജനപ്രിയതയുടെ അടിസ്ഥാനത്തിൽ ഈയിടെ ആവേശത്തോടെ വായിച്ച പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവ പുസ്തകം ഒരുപക്ഷേ ബെന്യാമിൻ്റെ ആടുജീവിതമായിരിക്കും. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് സുരേഷ് കുമാർ വി ഡയാസ്പൊറ എന്ന നോവലിലൂടെ കാണിച്ചു തരുന്നത് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ജൂതന്മാരുടെ പ്രവാസ ജീവിതത്തിൻ്റെ വൈകാരികമായ ഏടുകളാണ്, വൈകാരികമായ ചങ്കിടിപ്പുകളുമാണ്. സ്വാതന്ത്ര്യ സമരത്തിന് മുൻപേ മട്ടാഞ്ചേരിയിൽ ഇസ്രായേലിൽ നിന്ന് വന്ന് താമസമാക്കിയ ജൂതന്മാർ അഥവാ യഹൂദന്മാർ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ അവരിൽ ഭൂരിപക്ഷവും തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായിട്ടുള്ള ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി. ചിലർ പക്ഷേ പോകാൻ പിന്നെയും വൈകി. ചിലർ നമ്മുടെ കൊച്ചിയോടും മട്ടാഞ്ചേരിയോടും പ്രിയപ്പെട്ട് ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറി. ചിലർക്ക് മട്ടാഞ്ചേരിയിൽ തന്നെ മക്കളുണ്ടായി. ഇസ്രായേലിൽ ഒരിക്കലും പോകാതെ ജന്മനാടായ ആ മട്ടാഞ്ചേരിയിൽ ആ മക്കളിൽ ഒരാൾ വളർന്ന് വളർന്ന് വന്നു. അയാളാണ് ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, സോളമൻ ഹലേഗ്വ എന്ന സ്ലോമോ. ജനിച്ചു വളർന്ന മട്ടാഞ്ചേരിയെ നെഞ്ചിലേറ്റിയ സോളമൻ എന്ന സ്ലോമോ മുത്തോയുടെ ജീവിത അവസാന വേളയിൽ ഇസ്രായേലിലേക്ക് പറിച്ചു നടാൻ വേണ്ടി മക്കൾ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളാണ് ഡയാസ്പൊറ എന്ന നോവലിൻ്റെ ഒരു പ്രതലം. DC ബുക്സിൻ്റെ സുവർണ ജൂബിലി നോവൽ മത്സരത്തിൽ പ്രത്യേക പുരസ്കാരം നേടിയ ഈ നോവലിൻ്റെ രചയിതാവ് ശ്രീ സുരേഷ് കുമാർ വി ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീ സുരേഷ് കുമാർ വി. ഡയാസ്പൊറ എന്ന ഈ ശീർഷകത്തോടു കൂടിയുള്ള നോവൽ കയ്യിലെടുക്കുമ്പോൾ ഞാൻ അതിന് ആമുഖമായിട്ട് ഇതുവരെയും ഈ നോവൽ വായിച്ചിട്ടില്ലാത്ത, എന്നാൽ വായിക്കണമെന്ന് ആഗ്രഹിക്കാൻ സാധ്യതയുള്ള പ്രേക്ഷകരെയും വായനക്കാരെയും മനസ്സിൽ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഡയാസ്പൊറ എന്ന ഈ ശീർഷകം ഈ നോവലിലേക്ക് എത്രത്തോളം പ്രവേശിക്കാൻ ഉള്ള മാർഗദീപമായിട്ട് മുന്നിലുണ്ട്? എന്താണ് അതിൻ്റെ പ്രത്യേകത? വാസ്തവത്തില് ഞാൻ ഡയാസ്പൊറ എന്ന ഈ ഒരു ശീർഷകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കഥ എന്റെ മനസ്സിൽ വന്നപ്പോൾ മുതല് ജൂതന്മാരെ കുറിച്ചും ജൂത ചരിത്രവും ഒക്കെ വായിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന വാക്കാണ് ഡയാസ്പൊറ എന്ന്. അപ്പൊ വാസ്തവത്തിൽ ഡയാസ്പൊറ എന്ന് പറഞ്ഞാല് അത് ഒരു ഏൻഷ്യൻ ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ് ഡയാസ്പൊറ എന്ന വാക്ക്. അത് പറഞ്ഞു വരുമ്പോൾ അത് ഛിന്ന ഭിന്നമായി പോയവർ എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ്, അല്ലെ ഈ പ്രവാസം എന്ന വാക്ക് എന്ന അർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ നമ്മൾ എന്റെ പുസ്തകത്തിന് ഈ നോവലിന് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നി ആപ്റ്റായിട്ടുള്ള ഒരു വാക്ക് ഒരു ശീർഷകം എന്ന് പറയുന്നത് ഡയാസ്പൊറയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോവലിൽ പറയുന്ന എല്ലാവരും, അതായത് അതിൽ നമ്മളൊരു ജൂതന്റെ കഥയാണ് പറയുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ മട്ടാഞ്ചേരിയിലെ പല ജീവിതങ്ങളെയും നമ്മൾ അതിനകത്ത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ജീവിതവും അങ്ങനെ തന്നെ ചിതറിത്തെറിച്ചു പോയവരുടെ കഥകളാണ് എല്ലാവരുടെയും. അതുകൊണ്ട് തന്നെയാണ് ആ നോവലിന് ഈ പറഞ്ഞ ഡയാസ്പൊറ എന്ന വാക്ക് ശീർഷകമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. ഡയാസ്പൊറ എന്ന ഈ നോവൽ വായിച്ച് അല്പസമയത്തിനകം തന്നെ നമ്മൾ ജൂതരുടെ തെരുവിലേക്ക് എന്ന് മാത്രമല്ല, സ്ലോമോ മുത്ത എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും നാം അതിലെ ഒരു അംഗമായിട്ട് മാറുകയും സ്ലോമോയുടെ എല്ലാ തരത്തിലുള്ള ഹൃദയവികാര വിചാരങ്ങളിലൂടെയും യാത്ര ആരംഭിക്കാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാന്ത്രികത എന്ന് പറയുന്നത്. അല്ലാതെ ഒരു അപരിചിതത്വം നമ്മൾക്കുണ്ടാവുന്നില്ല. അപരിചിതത്വമില്ലാത്ത രീതിയിൽ ഈ ഒരു നോവലിൽ മട്ടാഞ്ചേരിയും അവിടുത്തെ ജൂതരുടെ ജീവിതവും അവിടെ തന്നെ പ്രവാസ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള അടരുകളിലൂടെ പോകുന്ന മനുഷ്യരുടെ ജീവിതവുമൊക്കെ കൊണ്ടുപോകാനും അത് ആവിഷ്കരിക്കാനും എങ്ങനെ സാധിച്ചു, അതിനുവേണ്ടി മട്ടാഞ്ചേരിയുമായി ബന്ധപ്പെട്ട വഴികളിലൂടെ എത്ര യാത്ര ചെയ്തു സുരേഷ് കുമാർ വി?
വാസ്തവത്തില് ആദ്യത്തെ എന്റെ ഈ മട്ടാഞ്ചേരിക്കുള്ള യാത്ര വളരെ കുട്ടിക്കാലത്താണ്. അന്നു മുതലേ മനസ്സിൽ ഈ ഒരു ആ, സ്ഥലം, ഈ ഭൂമിക വല്ലാതെ ഭ്രമിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒരു വിശേഷപ്പെട്ട സവിശേഷ സമൂഹം അവിടുന്ന് വിട്ടുപോയതിന് ശേഷം അതിന്റെ ഒരു പരിശിഷ്ടമെല്ലാം അവിടെ ഇങ്ങനെ എന്താ പറയാ ജീവനോടെ നിൽക്കുകയാണ്. അപ്പൊ അതിലൂടെ നടന്നു പോകുമ്പോൾ ആരൊക്കെയോ എന്റെ കൂടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവിടെയുള്ള രണ്ട് ഈ ജൂതത്തെരുവിലെ രണ്ട് വശങ്ങളിലുമുള്ള വീടുകൾ, അതൊക്കെ വീടുകളായിരുന്നു. അതൊക്കെ ഓരോ മനുഷ്യരുടെ വീടുകൾ, ജൂതന്മാരുടെ വീടുകളായിരുന്നു. അവിടേക്ക് ഇന്ന് റെസ്റ്റോറന്റുകളും മറ്റുമാണ്. ആ റെസ്റ്റോറന്റുകളിലൊന്നും തന്നെ അവരുപയോഗിച്ചിരുന്ന ഫർണിച്ചറുകൾ പോലും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇരുന്ന് ഒരു ചായ കുടിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഒരാൾ വന്നിരിക്കുന്നത് പോലുള്ള ഒരു ഫീൽ മനസ്സിന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഒപ്പം ഞാൻ ഒരു പ്രവാസിയായിട്ട് തന്നെയാണ്, അത് ഡിഗ്രി കഴിഞ്ഞ മുതൽ ഞാൻ ഒരു പ്രവാസിയായിട്ട് തന്നെ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ 10-38 വർഷത്തെ പ്രവാസവും എന്റെ ജീവിതത്തിൽ എന്താ പറയാ ഒരു പക്ഷേ കുറച്ചൊക്കെ ഈ സോമമുത്തയിലേക്ക് ഞാനും അറിയാതെ കയറി പോയിട്ടുണ്ടാവണം. കാരണം അതുപോലെ യാത്രകൾ ചെയ്യുകയും അതുപോലെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരാളെന്ന നിലയിൽ പ്രത്യേകിച്ചും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ദാരിദ്ര്യം പോലെ തന്നെ മഹാദുഃഖങ്ങളിൽ ഒന്നാണ് ഈ പ്രവാസ ദുഃഖവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ എല്ലാം കൂടെ ഒരു ആകെത്തുകയാവാം ഈ പറഞ്ഞ സ്ലോമോ മുത്ത എന്ന കഥാപാത്രം. പക്ഷേ ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യാത്രക്കിടയിൽ, അത് മധ്യപ്രദേശിലെ ഒരു ഉൾനാടൻ പട്ടണത്തിലെ ഒരു യാത്രക്കിടയിൽ അവിടുത്തെ ഒരു ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ രാത്രി തങ്ങേണ്ടി വന്ന ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് വെറുതെ എന്റെ മനസ്സിലേക്ക് ഓടിക്കയറി വന്ന ഒരു ചിന്തയാണ്, ഒരു ജൂതൻ മട്ടാഞ്ചേരിയിൽ നിന്ന് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ അയാൾ ഇസ്രായേലിലേക്ക് ഇതെല്ലാം അയാൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ കടന്നുകൂടാം എന്നൊരു ചിന്ത, ഒരു തോന്നൽ എന്റെ മനസ്സിലേക്ക് വരികയും അത് പിന്നീട് വളർന്നാണ് ഈ ഒരു ചെറുകഥയായിട്ടാണ് വാസ്തവത്തില് ഈ യഹൂദൻ എന്ന ചെറുകഥയായിട്ടാണ് വാസ്തവത്തിൽ ആദ്യം ഇത് പുറത്തേക്ക് വരുന്നത്. കലാകൗമുദിയുടെ ഓണപ്പതിപ്പിലാണ് ഈ കഥ ആദ്യം വരുന്നത്. അന്ന് അതിന്റെ പത്രാധിപരായിരുന്ന ആള് സുനിൽ വടയാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇതൊരു നോവലാണ് എന്ന് പറഞ്ഞു, ഇത് നോവലായി എഴുതേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരികയും പിന്നെ ഒരു 2-2.5 വർഷം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ധാരാളം വായിക്കുകയും ഒപ്പം ഈ പറഞ്ഞ എപ്പോഴൊക്കെ ലീവ് കിട്ടുമ്പോഴൊക്കെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ജൂ സ്ട്രീറ്റിലേക്കും അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലേക്കും വന്ന് അവിടെയുള്ള പിന്നെ ഹോട്ടലിലൊക്കെ താമസിച്ച് ധാരാളം ആൾക്കാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്താണ് ഞാൻ ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നോവലിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് വാസ്തവത്തിൽ. പക്ഷെ ഒരു കാര്യം, ആദ്യം തന്നെ ഈ ചെറുകഥ എഴുതിയിരുന്ന കാലം തന്നെ ഇതിനുവേണ്ടി ഒരുപാട് വായിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വലിയ ആയാസം, വലിയ ബന്ധപ്പാട് എനിക്ക് ഉണ്ടായില്ല എന്നതും ഒരു വസ്തുതയാണ്. കാരണം ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ധാരാളം വായിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. ഇത് ഈ നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ വിവിധ തരത്തിലുള്ള യാത്രാ പദ്ധതികളുണ്ട്, വിനോദസഞ്ചാരങ്ങളുണ്ട്, സാംസ്കാരിക ടൂറിസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ പുസ്തകവുമായിട്ടൊരു യാത്ര പോകാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കൊക്കെ പല വിനോദസഞ്ചാരികൾ വരുന്നു, അവർ കടപ്പുറത്ത് പോകുന്നു, കുറച്ചു നേരം കാറ്റുകൊള്ളുന്നു, അവിടെയുള്ള പുരാതന സ്വരൂപങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളുടെ ശില്പചാതുരി കണ്ട് സന്തോഷിച്ച് മടങ്ങിപ്പോകുന്നു എന്നല്ലാതെ എങ്ങനെ ഒരു പൈതൃകത്തെ, എങ്ങനെ ഒരു മാതൃകത്തെ അതിൻ്റെ ആത്മാവിൽ അറിയാം എന്ന് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ആശയം, പെട്ടെന്ന് നമ്മൾ തത്സമയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു ആശയം ഞാൻ പറയുകയാണ്. ഡയസ്പൊറ എന്ന പുസ്തകം വാങ്ങുക, ആ പുസ്തകവും കയ്യിലെടുത്ത് ഫോർട്ട് കൊച്ചിയിലേക്കും മട്ടാഞ്ചേരിയിലേക്കും പോവുക, അവിടുത്തെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഹോട്ടലിൽ ഒരു മുറിയെടുക്കുക, ഈ പുസ്തകവുമായിട്ട് ഇറങ്ങി നടക്കുക, ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും വിവിധ സ്ഥലങ്ങളിൽ, തെരുവുകളിൽ ഇരുന്നിട്ടാവാം, കടൽ തീരത്തിരുന്നിട്ടാവാം, ഈ പുസ്തകം വായിക്കുക. ഒരു അധ്യായം വായിച്ചതിന് ശേഷം ഒരു കട്ടൻ ചായ കുടിക്കുക, വീണ്ടും ഒന്ന് നടക്കുക, കാറ്റുകൊള്ളുക, അടുത്ത അധ്യായം വായിക്കുക. ഇങ്ങനെ ഒരു സാധ്യത ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുസ്തക വായന എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ ഏകാന്തമായിട്ടിരിക്കുന്ന ഒന്നായിട്ടും സങ്കല്പിക്കാം. പക്ഷേ ഈ രീതിയിൽ ഒരു പ്രത്യേക ഇടം, അവിടെ ജീവിച്ച് വളർന്നവർ, അതും പരദേശികളെന്ന് പറയപ്പെടുന്നവർ, ദേശം വിദേശം അതിർത്തി എന്നിവയെല്ലാം ചർച്ചയാവുകയും ഞാൻ എവിടേക്ക് പോകണം എന്നുള്ള അസ്തിത്വ പ്രശ്നമൊക്കെ അലട്ടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെയുള്ള യാത്രയാവുന്ന ഈ പുസ്തകത്തിനെ അങ്ങനെ കൂടി നമ്മൾക്ക് വായിക്കാൻ കഴിയേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കണം. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ഈ പുസ്തകത്തിന്? ഇപ്പൊ ബനീഷ് പറഞ്ഞപ്പം അത് വളരെ സൗന്ദര്യമുള്ള
ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, യാതൊരു സംശയവും ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഈ നാടിന്റെ, പ്രത്യേകിച്ചും കാസർഗോഡ്, കാലിക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള മനുഷ്യർ, പ്രത്യേകിച്ച് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ജ്യൂ സ്ട്രീറ്റ് അറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് അറിയത്തില്ല. അപ്പൊ ഇത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് നല്ല ഒരു സജഷൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സ്ലോമോ മുത്തോ എന്ന് പറയുന്ന ഈ കഥാപാത്രം മട്ടാഞ്ചേരിയിൽ ജനിക്കുന്നു. ഇസ്രയേലുകാരായിട്ടുള്ള പിതാവിൽ നിന്ന്, മാതാവിൽ നിന്ന് മകനായിട്ട് ജനിക്കുന്നു. മട്ടാഞ്ചേരിയാണ് മണ്ണ്, മട്ടാഞ്ചേരിയാണ് ജീവിതം. മട്ടാഞ്ചേരിയും കടപ്പുറവും അതിൻ്റെ എല്ലാ ഗൃഹാതുരത്വങ്ങളും ഒക്കെ അനുഭവിച്ച് വളർന്ന് വയസ്സാവുന്ന വേളയിൽ ഇസ്രായേലിലുള്ള മക്കൾ, മരുമക്കൾ ഒക്കെ അങ്ങോട്ട് പറിച്ചു നടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടം വിട്ടുവരാൻ എനിക്ക് കഴിയില്ല എന്ന് ആ വ്യക്തി പറയുന്ന ഭാഗം ഈ നോവലിൽ വായിച്ചത് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും തിരതല്ലുകയാണ്. ഞാൻ ആ വരി മാത്രം ഒന്ന് സൂചിപ്പിക്കാം. സ്ലോമോ മുത്തോ പറയുന്നുണ്ട്, ഈ കുമ്മായപ്പുര വിട്ട്, മഴമരങ്ങളുടെ തണൽ വിട്ട്, പരേഡ് ഗ്രൗണ്ടിലെ പരിചയങ്ങൾ വിട്ട്, കരയുടെ പൊത്തുകളിൽ ഓടിക്കയറുന്ന കടലിൻ്റെ കുറുകൽ കേൾക്കാതെ, മുത്തായേ എന്ന പിൻവിളി കേൾക്കാതെ, പാതിരാത്തെരുവിൽ ജൂതപ്രേതങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പുകൾ കാണാതെ, ഹെബ്രായരുടെ ദൈവമേ ഞാൻ എങ്ങനെയാണ് പുറംതിരിഞ്ഞ് നടക്കുക എന്നുള്ള ആ വരികളിലെത്തുമ്പോൾ അത് പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖത്തിനേക്കാളും വലിയ ദുഃഖം അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വലിയ താങ്കൾ സൂചിപ്പിച്ച വാക്കുകൾ ഒരു മുഴക്കമായിട്ട് വരികയാണ്. വാസ്തവത്തിൽ കുടിയേറ്റത്തിൻ്റെയും പലായനത്തിൻ്റെയും ഒക്കെ അധ്യായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് ചരിത്രത്തെ പരാമർശിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് താങ്കളുടെ പുസ്തകമെന്ന് പറഞ്ഞാൽ അത് ഉചിതമാണോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനുണ്ടായ കാലം മുതൽ പലായനം നടന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പിന്നെ ഇതിനെ ഇപ്പം ഡയാസ്പോറ എന്നൊക്കെ പിന്നീട് പറഞ്ഞതാണ്. പക്ഷെ ആദ്യ കാലത്തൊക്കെ എപ്പോഴും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അത് അവന്റെ അസ്തിത്വത്തിന് വേണ്ടി, അവന് മറ്റൊരിടത്ത് പോയി, ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കാൻ വേണ്ടി കൂട്ടം കൂട്ടമായി മനുഷ്യർ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം ആഫ്രിക്കൻ ഡയാസ്പോറ, അല്ലെങ്കിൽ ഇന്ത്യൻ ഡയാസ്പോറ, ഏഷ്യൻ ഡയാസ്പോറ, ഇങ്ങനെ നമുക്ക് ധാരാളം ഡയാസ്പോറ നമുക്ക് കാണാം. ഒരു കൂട്ടം മനുഷ്യര് അവിടെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ വളർന്ന് അവരുടെ സംസ്കാരം വിടാതെ, അവരുടെ തനതായ സംസ്കാരം ഒന്നും അതിനൊന്നും യാതൊരു തരത്തിലുള്ള ഇതും വരുത്താതെ ഒരു ഇന്ത്യക്കാരനായി തന്നെ ജീവിച്ചുകൊണ്ട് അവിടെ വളർന്ന് പടർന്ന് പന്തലിക്കുന്നു എന്നുള്ളതാണ് ഡയാസ്പോറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അത് വസ്തുത ഈ ലോകം മുഴുവനും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടാണ്. പലതരത്തിലുള്ള ഡയാസ്പോറ നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, പിന്നെ ധാരാളം വർക്കേഴ്സ് ഇവിടുന്ന് പോയിട്ട് അവിടെ ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ ചെന്നിട്ട് അവിടെ കുട്ടികളായി അവിടെ തന്നെ അങ്ങനെ ഒരു കൂട്ടമായി അവരവിടെ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായി. ഇപ്പം ഇവിടുന്ന് പോയ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഇവിടുന്ന് പോയ 100 കുടുംബങ്ങൾ അവിടെ ഒരു പ്രത്യേക ഗ്രാമം തന്നെ അവർക്കുണ്ട്. ഒരു മലയാളികൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം തന്നെ ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് ഒരുമിച്ച് പോയതാണ് അവർ. അങ്ങനെ നോക്കുമ്പോ ഈ പാലായനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിന്നും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഒരു പക്ഷേ ഒരിടത്തുനിന്ന് തുടങ്ങി ഒരു യാത്ര തുടങ്ങിയിട്ട് തിരിച്ച് അത് അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കിനും ചിലപ്പം തുടങ്ങിയെടുത്തുന്നുള്ള ആൾക്കാർ എത്രയുണ്ടോ അതിന്റെ പകുതി പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു ആദ്യകാലം മുതലേ. അങ്ങനെ തുടരുന്ന പലായനമാണ് ലോകമെങ്ങുമുള്ള ജീവിതങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സമയത്താണ് ഈ പുസ്തകം വായനക്കാരുടെ കൈകളിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് വിലങ്ങണിയിക്കപ്പെട്ട് അതിർത്തികൾ കടത്തിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മനുഷ്യർ ഒരു ഭാഗത്തുണ്ടാവുന്നു. മറ്റ് പലയിടങ്ങളിലും യുക്രൈൻ യുദ്ധം നടക്കുന്നു, പലസ്തീൻ ഇസ്രയേൽ സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുന്നു. അതിർത്തികളിലൂടെ പലരും സ്വാഭാവികമായിട്ട് ഒളിച്ചോടുന്ന പലായനം, നിർബന്ധിത പലായനങ്ങൾ തുടരുകയും ചെയ്യുന്നു. അതിനിടയിലാണ് സ്ലോമോ എന്ന കഥാപാത്രത്തെ, സ്ലോമോ മുത്ത എന്ന് പറയുന്ന കഥാപാത്രത്തെ നാം പരിചയപ്പെടുന്നത്. സ്ലോമോ വാസ്തവത്തിൽ മട്ടാഞ്ചേരിയിൽ ജനിച്ചു വളർന്നു എന്ന് മാത്രമല്ല, മട്ടാഞ്ചേരിയിലെ സാധാരണക്കാരായ മലയാളികൾ കൂടി ഉൾപ്പെടുന്ന വ്യക്തികളുമായിട്ട് അഗാധമായിട്ടുള്ള ബാല്യകാല സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോവുകയും ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ മരണത്തിൻ്റെ വക്കിൽ ഒക്കെ എത്തുന്നതിന് തൊട്ട് മുൻപ് ഇവിടം വിട്ട് പോരൂ, ഇസ്രായേൽ എന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് വരൂ എന്ന നിർബന്ധ വിളികൾ അത് പേരക്കിടാങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ എനിക്ക് ഇവിടം വിട്ട് വരാൻ കഴിയില്ല എന്ന് പറയുന്ന ആ വികാരവിചാരധാര
എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇടം എന്ന് പറയുന്നത് ജീവിച്ച് അനുഭവിച്ച് പോരുന്ന ഇടം തന്നെയാണ്. അല്ലാതെ ജനിച്ച് വളർന്ന ഇടം എന്നതിലുപരി ഏതൊക്കെ പരിചിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനിലേക്ക് പോകൂ എന്നുള്ള വാക്കുകളൊക്കെ പലയിടങ്ങളിൽ നിന്ന് പലരുടെ നേരെയും മുഴങ്ങിക്കേൾക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നോവൽ വായിക്കുമ്പോൾ നമ്മളുടെ ചിന്താധാരകൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡയാസ്പോറ എന്ന നോവൽ വായിച്ചപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ, മനുഷ്യരായ കഥാപാത്രങ്ങളെക്കാൾ ഉപരിയായിട്ട് പ്രിയപ്പെടുന്നത് 12 പൂച്ചകളാണ്. സ്ലോമോയുടെ വീട്ടിലുള്ള 12 പൂച്ചകൾ. ഈ 12 പൂച്ചകൾ വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തോളം ആഴമുള്ള ഒന്നായിട്ട് തോന്നുന്നു. ആ പൂച്ചകളുടെ മുഖങ്ങൾ എന്ന് പറയുന്നത് 12 മുഖങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ആ 12 ഗോത്രങ്ങളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 2 ഗോത്രങ്ങൾ മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ 12 ഗോത്രങ്ങൾ ചിതറിത്തെറിച്ചു പോയി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക്. അങ്ങനെ പലായനത്തിൻ്റെ പല ഇടങ്ങളിലേക്ക് ചിതറിത്തെറിച്ചു പോയ 12 ഗോത്രങ്ങളുടെ ഒരു പരോക്ഷ സൂചനയാണോ ഈ 12 പൂച്ചകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ളത്? മനീഷിന്റെ വായന വളരെ ആക്യുറേറ്റ്, കറക്റ്റ് ആണ്. കാരണം അത് വാസ്തവത്തില് ഈ 12 പൂച്ചകൾ എന്ന് പറയുന്നത് 12 ഗോത്രങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ നോവലിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ഞാൻ മനസ്സിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ്. അത് വായിച്ച് എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് പഴയ നിയമം വായിച്ചവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നു. 12 ഗോത്രങ്ങൾ തന്നെയാണ് ആ 12 പൂച്ചകൾ. അതില് ഓരോ സമയത്തായിട്ട് ഈ അധ്യായങ്ങൾ അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആവുന്നതനുസരിച്ച് ഈ പൂച്ചകളിൽ ഓരോരുത്തരായി അയാളെ വിട്ടുപോകുന്നുമുണ്ട്. അത് അയാളിൽ കടുത്ത ഏകാന്തത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തില് അവസാനം അയാൾ ഈ 2 ഗോത്രങ്ങളെ, 2 പൂച്ചകൾ മാത്രം അവശേഷിക്കുന്ന ഒരു അവസ്ഥ അവിടെ വരുമ്പോഴാണ് ഈ നോവൽ അവസാനിക്കുന്നത് എന്ന് പറയാം. കാരണം അത്രയും അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ഇത് ഞാൻ തീരുമാനിച്ചിരുന്നു. അത് നോവൽ എഴുതുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. സ്ലോമോ മുത്തയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ നോവലിൽ ഒരു ഭാഗത്ത്. ഈ മട്ടാഞ്ചേരിയിലേക്കൊക്കെ വരുന്ന വിദേശ വിനോദസഞ്ചാരികൾ കപ്പലിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കൂടെയുള്ള ഗൈഡുകൾ ഉണ്ടാവും. ആ ഗൈഡ് ഒരു ഘട്ടത്തിൽ ടൂറിസ്റ്റുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്ലോമോ മുത്തയെ. അത് ആ വരികൾ തന്നെ, ദിസ് ഈസ് മിസ്റ്റർ സോളമൻ ഹലെഗ്വ, വി കോൾ ഹിം സ്ലോമോ മുത്ത, വൺ ഓഫ് ദി ലാസ്റ്റ് ജ്യൂസ് ഓഫ് മട്ടാഞ്ചേരി. ഈ ലാസ്റ്റ് ജ്യൂസ് ഓഫ് മട്ടാഞ്ചേരി, മട്ടാഞ്ചേരിയിലെ അവശേഷിക്കുന്ന യഹൂദരിൽ ജൂതരിൽ ഒരാൾ എന്ന് പറയുന്ന, അങ്ങനെ എല്ലാവരും ചിതറിത്തെറിച്ചു പോകുന്നു വാഗ്ദത്ത ഭൂമിയിലേക്ക്. ഞാൻ മാത്രം ഇവിടെ, ജനിച്ച മണ്ണ് വിട്ട് ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ പോലും 2 തരം അക്കരെ പച്ചകൾ, അല്ലെങ്കിൽ പലതരം അക്കരെ പച്ചകൾ, കാല് മുന്നോട്ട് വെക്കണമോ വേണ്ടയോ, ബോട്ട് നീങ്ങുന്നു, കപ്പലിൻ കാളം മുഴങ്ങുന്നു, തുറമുഖം വിട്ടു പോകുവാൻ നേരമായി, പക്ഷേ പോകണമോ വേണ്ടയോ എന്നുള്ള വലിയ ഉത്കണ്ഠയിൽ ഇത് ലോകത്തെങ്ങുമുള്ള അനവധി പ്രവാസികളുടെ വിങ്ങുന്ന ഹൃദയത്തിൻ്റെ വികാരങ്ങളായിട്ട് വരുന്നു. ഇനി എൻ്റെ സംഭാഷണമല്ല, ഈ നോവലിൽ നിന്ന് എഴുത്തുകാരനായ വി സുരേഷ് കുമാർ താങ്കൾക്ക് പ്രിയപ്പെട്ട ഏറ്റവും ഉചിതമായ ചില വരികൾ, 1-2 ഖണ്ഡികകൾ പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കുന്ന ഘട്ടമാണ്. ചാപ്റ്റർ റീഡിംഗ് എന്നുള്ള സെക്ഷനാണ് ഇനി വരുന്നത്. മട്ടാഞ്ചേരിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് വന്ന്, ഇസ്രയേലിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് വന്ന് ഇവിടെ താമസമാക്കി പല തലമുറകളിലൂടെ കടന്നുപോയി ഏറ്റവും ഒടുവിലെ തലമുറയിൽ ജനിച്ച് വളർന്ന് വാർദ്ധക്യത്തിലെത്തിയ സ്ലോമോ മുത്തയുടെ ജീവിതത്തെ, ഇസ്രയേലിലേക്ക് പറിച്ചു നടാനുള്ള ശ്രമങ്ങളെ മനസ്സുകൊണ്ട് എതിർക്കുന്ന സ്ലോമോ മുത്തയുടെ പ്രതിരോധങ്ങളെ അതിർത്തികളുടെയും പലായനങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയുന്ന നോവലാണ് വി സുരേഷ് കുമാറിൻ്റെ ഡയാസ്പോറ. ആ നോവലിലെ തനിക്കിഷ്ടപ്പെട്ട ചില വാക്യങ്ങൾ വായിക്കുകയാണ് ശ്രീ വി സുരേഷ് കുമാർ. ഞാനൊരു ഖണ്ഡിക വായിക്കാം. അയാൾ മെല്ലെ കണ്ണുകളടച്ചു. യമൻകാരുടെയും പറങ്കികളുടെയും ഡച്ചുകാരുടെയും ഒക്കെ കാലം മുതലുള്ള ജൂതപ്രേതങ്ങൾ കല്ലറ നീക്കി സാവധാനം പുറത്തേക്ക് വന്നു. അവർ മട്ടാഞ്ചേരിയുടെ രാത്രിയെ കൂടുതൽ കറുപ്പിച്ചു. വിജനമായ ജൂതത്തെരുവ് നിലാവ് കൊണ്ട് വെളുപ്പിച്ചു. വീടുകളിൽ നേർത്ത ടാനീസ് വിളക്കുകൾ തെളിഞ്ഞു. തെരുവിന്റെ ഇരുവശത്തുമുള്ള വീടുകളിലെ കോച്ചമാർ കസേരയെടുത്ത് വഴിയിലേക്കിട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും നേരം പോക്കുകൾ പറഞ്ഞു. കുട്ടികൾ അവരുടെ ഇടയിലൂടെ ഓടിക്കളിച്ചു. പെണ്ണുങ്ങൾ പെൺപാട്ടുകൾ പാടി. പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന താളത്തിൽ പൊന്നലിയ കുസുനമനെ പൊങ്ങി വരും നേരം ആ മരത്തിലെ സിയാൻ കൊടി പാറിടുന്നേ നമ്മൾ. മച്ചികളിൽ കുഞ്ഞു പ്രണയങ്ങളുടെ ജനാലകൾ തുറക്കപ്പെട്ടു. മസാലക്കറികളുടെ മണം വരുന്നു.
ദീർഘദൂര വാണിഭങ്ങൾ കഴിഞ്ഞു വന്ന വണ്ടികളിൽ നിന്ന് കാളകളെ അഴിച്ചുകെട്ടി. വണിയരും നായിഡുമാരും ദക്ഷിണികളും മറ്റും കച്ചവട ആവശ്യങ്ങൾക്കായി കോച്ചമാരുമായി വർത്തമാനം പറഞ്ഞിരുന്നു. എല്ലാ ചലനങ്ങളും ഒരു പ്രത്യേക താളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. ആത്മാക്കളുടെ വയലുകളിൽ നിന്ന് ഇറങ്ങി വന്നവരുടെ ഈ നൃത്തം ലക്കുകെട്ട ബോട്ട് എഞ്ചിൻ പോലെ ജൂതപ്പെരിയിലേക്ക് പാഞ്ഞു വന്ന ലാസറിന് കാണാൻ കഴിഞ്ഞില്ല. അയാൾ ഓടി വരികയായിരുന്നു. വെപ്രാളത്തിനിടയിൽ താക്കോലെടുക്കാൻ അയാൾ മറന്നുപോയിരുന്നു. ഗേറ്റിൽ വന്ന് ആഞ്ഞുമുട്ടി അയാൾ തലയടിച്ചു നിലവിളിച്ചു, മുത്തായേ, മുത്തായേ, എന്റെ ഇമ്മാനുവലിനെ ആരോ വെട്ടി. ഇത്രയുമാണ് ഒരു ഖണ്ഡിക ഞാൻ വായിക്കാനിരുന്നത്. മുത്തായെ എന്നുള്ള വിളി അത് ആവർത്തിച്ച് പല ഘട്ടങ്ങളിലും വന്ന് അവസാനം അത് നമ്മളുടെ ഉള്ളിൽ ഈ നോവൽ വായിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞാലും ഒരു വിദൂരത്ത് നിന്നും സമീപത്ത് നിന്നുമുള്ള ഒരു വിളിയായിട്ട് മാറുന്നു. ഇത് വായിച്ചിട്ടുള്ള ഒരു വായനക്കാരൻ താങ്കളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു കമൻ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഈ ജൂതപ്പുരയിലെ മരഗോവണി പോലും അയാളിൽ ഒരു പൊറുതികേടായിട്ടൊപ്പം പോരുന്നു വായിച്ചു കഴിഞ്ഞിട്ടും എന്നാണ്. അപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ മനുഷ്യരായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല, പൂച്ചകളെ പോലെയുള്ള സൂക്ഷ്മ പ്രാണികൾ മാത്രമല്ല, ആ ഒരു മരഗോവണി പോലും അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് അതിൻ്റെ ഞരക്കമായിട്ട് ഒക്കെ വായനക്കാരുടെ കൂടെ പൊറുതികേടായിട്ട് ഇങ്ങനെ പോരുന്നു എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ കൊച്ചി മട്ടാഞ്ചേരിയിലെ ഈ ജൂത സമൂഹത്തിൻ്റെ ജീവിതവും സംസ്കാരവും ഒക്കെ അതിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് രചിക്കാൻ താങ്കൾക്ക് പ്രേരകമായ രീതിയിൽ ഏതെങ്കിലും ജൂത ബന്ധമുണ്ടോ? സത്യത്തിൽ എനിക്ക് ജൂതന്മാരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ പറയാം. ഈ ഈ മട്ടാഞ്ചേരിയിൽ പോയ സമയത്ത് എനിക്ക് ആ ഒരു ഭൂമിയോട് തോന്നിയ ഇഷ്ടമാണ്. പിന്നീട് ഇന്നിപ്പോ ഞാൻ ഇപ്പൊ മനീഷിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും അതുകൊണ്ടാണ്. കാരണം ആ ഒരു ഭൂമിയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതരം, അതായത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള ഒരു ഭൂമികയാണത്. 10-26 തരം സമൂഹങ്ങൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ വളരെ പിന്നെ ഐക്യത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു തുരുത്ത്, ഒരു ചെറിയ കഷ്ണം ഭൂമിയാണ്. ഒരു പക്ഷെ ഇങ്ങനെ ഒരു കഷ്ണം ഭൂമി ഈ ഇവിടെ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം സമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ നമ്മൾക്ക് വളരെ ഈ സഞ്ചാരികളുടെ കാര്യത്തിലായാലും ശരി, ഇപ്പം മനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥലത്തിന് കൂടുതൽ പ്രാധാന്യം വരേണ്ടതാണ് ഒരു ടൂറിസം എന്ന നിലയിൽ. കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ ഏത് സമുദായത്തിൽ പിറന്നായാലും ഏത് സമൂഹത്തിലുള്ളവരായാലും ഇവരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഇവർ വളരെ പരസ്പരം കൈകോർത്ത് ജീവിക്കുന്ന ഒരിടം എന്ന നിലയിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ള രാജ്യങ്ങളോടും സമൂഹത്തോടും മതങ്ങളോടും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും 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 പോകണമെന്ന് തോന്നുകയും അങ്ങനെ ധാരാളം അവരുമായിട്ട് ഇടപഴകാൻ, അതായത് പ്രത്യേകിച്ചും ഈ ജൂതന്മാരുടെ അനുചരന്മാരായിട്ടും അല്ലെങ്കിൽ അവരുടെ പരിചയക്കാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന കോടറിന്റെയൊക്കെ വീട്ടിൽ നിന്നവരും അങ്ങനെയുള്ളവരെയൊക്കെ പോയി കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഞാൻ 2 ജൂതന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മട്ടാഞ്ചേരിയിൽ ഒരു ജൂതനുണ്ട്. ഒരാളുണ്ടായിരുന്ന ഒരു കോടറിന്റെ മകൾ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഒരാളുണ്ട്, അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചിരുന്നു. പിന്നെ ബാബുവിനെ കണ്ട് സംസാരിച്ചിരുന്നു. ഈ 2 പേരെ മാത്രമേ എനിക്ക് ജൂതൻ എന്ന നിലയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഇവർ 2 പേരോടും സംസാരിച്ചു. അതല്ലാതെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് മുഴുവനും തന്നത് മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും മനുഷ്യരാണ്. അവരുടെ പ്രത്യേകിച്ചും പ്രായം ഏറെയുള്ള മനുഷ്യർ. അവരെ ചെന്ന് കണ്ടപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ചും അത് കോടറിന്റെ വീട്ടിലൊക്കെ എന്താ പറയുക, വേലയ്ക്ക് നിന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സെർവൻസ് ആയിട്ടൊക്കെ നിന്ന അവരെയൊക്കെ പോയി കാണുക. അവർക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. അപ്പൊ അവർക്കൊക്കെ പറയുമ്പോൾ 100 നാവാണ് ഈ ജൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ. അത് എവിടെ ചെന്ന് ചോദിച്ചാലും മട്ടാഞ്ചേരിയിലെ ജൂതന്മാരെ കുറിച്ച് മട്ടാഞ്ചേരിയിലുള്ളവർക്ക് 100 നാവാണെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇൻഫർമേഷൻസ് കിട്ടാൻ പ്രയാസം ഉണ്ടായില്ല. അങ്ങനെയാണ് ലോക സാഹിത്യത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ വലിയ സംഭാവനകളുണ്ട്. ലോക സാഹിത്യത്തിൽ എടുത്തു പറയാവുന്ന പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും ഇസ്രായേലിൽ നിന്ന് ഉണ്ട്. അവരുടെ സാഹിത്യ താല്പര്യങ്ങളുടെയും കലാതാല്പര്യങ്ങളുടെയും പ്രകടനമാണ് നമ്മൾ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും കാണുന്ന വലിയ ആകാരങ്ങളായിട്ടുള്ള എടുപ്പുകളായിട്ടുള്ള ശില്പങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ വാസ്തവത്തിൽ അവിടെയുള്ള വായനക്കാരിലേക്ക് കൂടി ഈ പുസ്തകം എത്തുക എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷയും മറ്റുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ?
വാസ്തവത്തില് ഇതിന്റെ ആദ്യത്തെ നോവലാണ് ഇത്. എങ്ങനെയാണ് അതിന്റെയൊക്കെ കാര്യങ്ങളൊന്നും കുറിച്ചൊന്നും വ്യക്തമായ ധാരണകളൊന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡെബ്യൂട്ട് നോവൽ, ആദ്യമായ ഒരു നോവൽ എഴുതി കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കി വശങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അതെ, വ്യക്തമായ ധാരണയില്ല. ഈ പക്ഷെ നോവൽ എഴുതി ഇത് തീർക്കുന്നതിന് എത്ര സമയം വേണ്ടി വന്നു? കാരണം ഇത് വായിക്കുമ്പോൾ ഇതെങ്ങനെ എഴുതി ഇത്രത്തോളം ഗഹനമായി, ഇത്രത്തോളം മനോഹരമായി, അതേസമയം തന്നെ ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രചന എന്നുള്ളതിലേക്ക് ഇതെങ്ങനെ സാധ്യമാക്കി? എത്ര സമയം വേണ്ടി വന്നിരിക്കും? ഈ എഴുത്തുകാരൻ ഇത് എപ്പോഴായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഈ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത അധ്യായത്തിലേക്ക് എങ്ങനെയായിരിക്കും വഴുതി മാറിയിട്ടുണ്ടാവുക? ഇടവേളകൾ എടുത്തിട്ടുണ്ടാവുമോ? ഇങ്ങനെയുള്ള പലതരം കൗതുകങ്ങൾ വായനക്കാർക്കുണ്ടാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാനത് ചെറുകഥയായിട്ട് മാത്രമാണ് ഇതിനെ കണ്ടത്. അപ്പൊ ചെറുകഥ എന്ന രീതിയിൽ അത് എഴുതുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് നടത്തിയത് ആ സമയത്താണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നോവൽ എഴുതാനായ ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പം വലിയ ബന്ധപ്പാടുകൾ എനിക്ക് ഉണ്ടായില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മട്ടാഞ്ചേരിയെ കുറിച്ചും അല്ലെങ്കിൽ ജൂതനെ കുറിച്ചും ഒക്കെയുള്ള ചരിത്രം, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ പിന്നെ ഭക്ഷണ രീതി, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ആചാരങ്ങൾ, ഇതെല്ലാം തന്നെ ഞാൻ വേറിട്ട് വേറിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഞാനൊരു എന്താ പറയാ, ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വായനക്കാർ ഇതെല്ലാം തീർച്ചയായിട്ടും വായിച്ച് മനസ്സിലാക്കി കൊള്ളണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് ഈ നോവൽ എഴുതിയില്ല ഞാൻ എന്നതാണ് അതിന്റെ ഒരു വസ്തുതയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നോവലിലെ ഒരു ബുദ്ധിമുട്ടില്ലാതെ, വായിക്കുന്നയാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അതിനെ ലയിപ്പിച്ച് കളയാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കിയത്. അത് എത്രമാത്രം വിജയിച്ചു എന്നറിയില്ല, പക്ഷെ അത് എന്റെ ഉദ്യമം അതായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ജോണർ അങ്ങനെ വേണം ഇത് എഴുതാൻ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നോവലിനെ സമീപിച്ചത് എന്നതാണ് എന്റെ വസ്തുത. എത്രമാത്രം വിജയിച്ചു എന്നറിയില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിലും അത്രമേൽ വിജയിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും DC ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, DC ബുക്സിൻ്റെ സുവർണ ജൂബിലി നോവൽ മത്സരത്തിൽ പ്രത്യേക പുരസ്കാരം നേടിയ കൃതി കൂടിയാണ്. അതുകൊണ്ട് ഈ പുസ്തകം വാങ്ങുക. അതിനുള്ള ഒരു പ്രത്യേക ഉപമയോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ അലങ്കാരമോ എന്ന് പറയുന്നത്, അടുത്ത ഫോർട്ട് കൊച്ചി യാത്രയിലേക്ക്, മട്ടാഞ്ചേരി യാത്രയിലേക്ക് പോകുന്നതിന് മുൻപ് കയ്യിൽ ഡയാസ്പോറ എന്ന പുസ്തകം കൂടി എടുത്തിട്ട് യാത്ര തുടങ്ങുക എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അതിൽ പരം നല്ലൊരു ആശംസ താങ്കൾക്ക് നൽകാനില്ല എന്ന് കരുതുന്നു. ഇന്ന് ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം ഈ പുസ്തകവുമായി വന്ന് സംസാരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ സുരേഷ് വി. വളരെ നന്ദി എല്ലാവർക്കും. താങ്ക് യു.